ഗൈസ്, ഒറ്റ മൈൻഡ്. ഏതാടാ മൈൻഡ്? മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഫിസിക്സ് എക്സാമിന് ഏതറ്റം വരെ പോയാലും വേണ്ടില്ല, എത്രത്തോളം കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞാൻ ആഗ്രഹിച്ചൊരു മാർക്കുണ്ട് സാറേ. ആ മാർക്ക് ഞാൻ നേടിയെടുക്കുന്നുള്ള ഒറ്റ മൈൻഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? മക്കളെ, നിങ്ങൾ തയ്യാറാണെങ്കിൽ കൂടെ നിന്ന് പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്രയും കാലം ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നോ അതിലേറെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ആ തീരുമാനം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തീരുന്ന നിമിഷം മുതൽ എടുക്കണം. ഇനി മുതൽ നിങ്ങൾ ഇത്രയും കാലം എത്രത്തോളം ഉഴപ്പിയാതിരിക്കുകയോ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ ലൈഫിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി മുന്നോട്ടുള്ള ഒരു സെക്കൻഡ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്തോളൂ. ഇതുവരെ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞുപോയി. ഇനി മുന്നോട്ട് ഇതിനെപ്പറ്റി തിരിച്ചറിവ് നിങ്ങൾക്കൊരാൾ പറഞ്ഞു തന്നതിന് ശേഷവും നിങ്ങൾ ഇനിയും സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഇനി നോക്ക്, ഫിസിക്സിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, അനുസരിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായും അത്രയ്ക്ക് ഞാൻ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് ഇപ്പോഴത്തെ ഒരുപാട് കുട്ടികളോട് സംസാരിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, പലരും NCERT സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ പാറ്റേൺ ബേസ്ഡ് ആയിരിക്കും ചോദ്യം എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാനിക്ഡ് ആയിട്ടാണ് എന്ത് ചെയ്ത് ആ കുട്ടികൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ പലരും ഇപ്പോൾ കാണുന്നത് കാര്യമായിട്ട് 14 പാഠങ്ങളും പഠിച്ചില്ല, അല്ലെങ്കിൽ അതിന്റെ തിയറി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഡെറിവേഷൻസ് തീർത്തിട്ടില്ല, എന്നാലും അവരെല്ലാവരും പോകുന്നത് ഈ ന്യൂ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മക്കളെ, ന്യൂ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നല്ലതാണ്, പുതിയ മോഡൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്ലീഷേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് ഒരു കാരണവശാലും ഫിസിക്സിന്റെ കേസിൽ അവോയ്ഡ് ചെയ്യരുത്. മോസ്റ്റ്ലി നിങ്ങളുടെ എക്സാമിലെ നല്ലൊരു ശതമാനം മാർക്കും സ്ഥിരമായിട്ട് ക്ലീഷേ റിപ്പീറ്റഡ് എന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണോ, ഇതെല്ലാ വർഷവും ചോദിക്കുന്നല്ലേ, അതേ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി വരാറ്. അതിൽ ചെറിയൊരു ശതമാനം മാത്രമേ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ. അപ്പം അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും നിങ്ങളുടെ ബേസ് ആയിട്ടുള്ള ഈ ചങ്ങാതിയെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെറ്റാക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് പോയാൽ മതി. ഇതില്ലാതെ ഇങ്ങോട്ട് പോകരുത്. ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോളൂ, എൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ട്. ഇനി എഡ്ജിപ്പോർട്ട് രണ്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. കഴിഞ്ഞ വർഷം +1 ഞങ്ങളെ ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആരോടെങ്കിലും +2 ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക. ഫൈനൽ എക്സാം സമയത്ത് ഞങ്ങൾ അവർക്ക് വേണ്ടി അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലും അതിനനുസരിച്ചുള്ള ക്ലാസ് നൽകിയിരുന്നു. ആ ഒരു ഒറ്റ ക്ലാസ്സിൽ പറയാത്ത ഒരു ചോദ്യം പോലും പബ്ലിക് എക്സാമില്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വീഡിയോ അവിടെ ഉണ്ട്, പോയി കണ്ടു നോക്ക്. ഞങ്ങൾ പറയുന്നതല്ലേ, അത്രക്ക് കോൺഫിഡൻസിലാണ് പറയുന്നത്. അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങൾ, തിയറിയല്ല, ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ക്ലാസ്സുകളാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങളിപ്പോൾ ലൈവ് അല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം മക്കളെ, ഈ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ ഇതിൻ്റെ PDF വായിച്ചു നോക്കുക. അതിൽ സംശയമുള്ള ഭാഗം നിങ്ങൾ ലൈവ് അല്ലാതെയോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. മക്കളെ, ഈ PDF നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ. നിങ്ങൾക്ക് ഫിസിക്സിൽ 60 അല്ല 78 മാർക്കാണ് ഓപ്ഷൻ ചോദിക്കുന്നതെങ്കിൽ ആ 78 സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും. ഉറപ്പാണ്. നോക്ക്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ടോപ്പിക് പോലും സ്കിപ്പ് ചെയ്യാതെ ഏറ്റവും കുറഞ്ഞ സമയത്തായിരിക്കും ഈ ലൈവ് എടുക്കുക. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുഴുവൻ ചോദ്യങ്ങൾ സമയം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനൊരു മിനിമം ടൈം ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ റിക്വസ്റ്റും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എക്സാമും അതിനുശേഷം റെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു 7:30 ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോൾ തീരുന്നറിയില്ല. അത് മിഡ്നൈറ്റ് ഇനി ക്രോസ് ചെയ്ത് പിറ്റേ ദിവസം നോമ്പ് കാലമാണ്, രാവിലെ അത്താഴം കഴിക്കാനുള്ള സമയമായാൽ കുഴപ്പമില്ല, മുഴുവൻ ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ കൂടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ മുഴുവൻ പഠിപ്പിക്കും. ഞങ്ങൾ എന്തായാലും പഠിപ്പിക്കുന്നുണ്ട്. അത് ചുമ്മാ നിങ്ങൾ എന്ത് ചെയ്യരുത്, വേസ്റ്റ് ചെയ്യരുത്. ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട്, അത് പഠിക്കേണ്ട. വെറും ഒരു 50-55 ചോദ്യം മാത്രം പഠിച്ചാൽ മതി. അതിനല്ല നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും വേസ്റ്റ് കണ്ടീഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് മക്കളെ, ഈ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ലൈവ് സെഷൻ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ലൈവ് ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്യുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നാളെ പകൽ മുഴുവനുണ്ട്. നിങ്ങൾ അതിന് ശേഷം എന്ത് ചെയ്തോളൂ, ഉറങ്ങിക്കോളൂ, റെസ്റ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സിൽ, എസ്പെഷ്യലി ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് ഈ ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയൈ, അതുപോലെ വേവ് ഒപ്റ്റിക്സും EM വേവ്സും. ഇതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള സെമി കണ്ടക്ടർ പോലെ ചാപ്റ്റേഴ്സ് ഒരുപാട് പേര് സംശയമുള്ളതാണ്, വെയിറ്റേജ് കുറവാണ്, സ്കിപ്പ് ചെയ്യണമെന്നുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്ത അൾട്ടിമേറ്റ് നമ്മൾ ചീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ അതിൽ നമ്മൾ ഫിസിക്സിന്റെ പേജ് നമ്മൾ
അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾ ഡെറിവേഷൻ വീഡിയോ ഓൾറെഡി ചെയ്തതാണ് നമ്മൾ. അതാ ഓൾ ഡെറിവേഷൻ വീഡിയോ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ ഡെറിവേഷൻ്റെ മൈക്രോ ബിറ്റ് എന്ന് പറഞ്ഞാൽ ആ PDF ലഭിക്കും. ഇനി എല്ലാ ന്യൂമറിക്കലും നിങ്ങൾ ചെയ്യണോ? എല്ലാ ന്യൂമറിക്കലും ചെയ്ത വീഡിയോ ഇതാ ഇവിടെ ഉണ്ട്. ഇതാ കണ്ടു നോക്ക്. അതിൻ്റെ നോട്ട് ഇവിടെ അവൈലബിൾ ആ. തീർന്നോ? ഇല്ലടാ, ചീറ്റ് ഷീറ്റിൽ ഇതാ നോക്ക് 14 ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ തിയറിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതവിടെ തിയറിയിൽ ക്ലിക്ക് ചെയ്യാം. ചാപ്റ്റർ നേരെയല്ല, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ചാപ്റ്ററിൻ്റെ തിയറി വൺ ഷോട്ട് വീഡിയോസ് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതിലെ PYQ PDF വേണം. അതാ ഇവിടെ ഉണ്ട്. ക്ലിക്ക് ചെയ്യടാ, ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇനി നിങ്ങൾക്ക് അതിലെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കുറഞ്ഞ സമയത്തിൻ്റെ വീഡിയോ വേണം, അതും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ബാക്കി മിസ്സിംഗ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? വൈകാതെ തന്നെ ആഡ് ചെയ്യും. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു PDF ഈ ഒരു ചീറ്റ് ഷീറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് മക്കളെ ഇന്നത്തെ ലൈവ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. റെക്കോർഡഡ് വീഡിയോ ആയിട്ടോ ലൈവ് ആയിട്ടോ എങ്ങനെയൊക്കെ നിങ്ങളെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും അത് ഖേദിക്കരുത്. അതുകൊണ്ട് ഉള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക? എങ്ങനെയെങ്കിലും വെറുതെ ചുമ്മാ ഇരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. ഫിസിക്സ് പഠിക്കുക. നമുക്ക് ഫിസിക്സിന് എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങടാ. ലൈവിലോട്ട് വാ, നമുക്ക് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഭംഗിയായിട്ട് പഠിക്കാം. സോ